ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റൻസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് വന്നുള്ള പ്രധാന വാർത്തകൾ. പുനലൂർ യൂണിയനിലെ SNDP സ്ഥാനാർത്ഥികൾ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കും. ഇടത് വലത് മുന്നണികൾ സ്ഥാനാർത്ഥികളെ പിന്തുണച്ചാൽ കൂടെ നിൽക്കും.
അഞ്ചൽ അർപ്പിത ആശ്രയ കേന്ദ്രത്തിലെ കിണറ്റിൽ അന്തേവാസിയുടെ മൃതദേഹം. പ്രതിഷേധം ശക്തമാകുന്നു. തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക്. വാർത്തകൾ വിശദമായി. പുനലൂർ SNDP യൂണിയൻ സ്ഥാനാർത്ഥികളെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതായി യൂണിയൻ സെക്രട്ടറി ആർ ഹരിദാസ് അറിയിച്ചു. ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും. SNDP യോഗം പുനലൂർ യൂണിയന്റെ അതിർത്തിയിലെ 67 ശാഖാ യോഗങ്ങളുടെയും വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതായി യൂണിയൻ സെക്രട്ടറി ആർ ഹരിദാസ് അറിയിച്ചു. പഞ്ചായത്താണ് ഉള്ളത് നമ്മുടെ ഈ യൂണിയന്റെ കീഴിൽ. അവിടെ പഞ്ചായത്ത് തലത്തിലുള്ള കമ്മിറ്റികൾ വിളിച്ചു കൂട്ടാനും 3 പഞ്ചായത്തിനെ വെച്ച് ഓരോ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാനും അവിടെ എല്ലാ സ്വതന്ത്ര ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ എല്ലാ വാർഡിൽ നിർത്തി മത്സരിപ്പിക്കാനും തീരുമാനിച്ചു. എന്നാൽ BJPയോടുള്ള സമീപനത്തിൽ അയവ് വന്നതായും ചെറിയ സൂചനയുണ്ട്. മുന്നണി കൺവീനർമാർക്ക് ഏത് മുന്നണിയിലും നമുക്ക് ഒരു ഘടകകക്ഷികളാക്കാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് ഇവിടെ കൗൺസിൽ കൂടി തീരുമാനിച്ചു കൊടുക്കുന്നുണ്ട്. ആര് നമ്മളെ ഉൾക്കൊള്ളുന്നുവോ ആ മുന്നണിയിലേക്ക് നമ്മൾ ചേർന്ന് മുന്നണിയുടെ ഒരു സംവിധാനത്തിലേക്ക് മാറുന്നതാണ്. യോഗ തീരുമാനം അനുസരിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ യൂണിയൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രാതിനിധ്യം തരുന്ന ആരാണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പങ്കാളിത്തം തരുന്ന ആരാണോ അവരുമായെല്ലാം കൂട്ടിയോജിച്ചുകൊണ്ട് എങ്ങനെ ഏത് വിധത്തിലും നമുക്ക് ഭരണത്തിൽ പിടിച്ചു കയറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. രാഷ്ട്രീയ പാർട്ടി ഒന്നും രൂപീകരിക്കാൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. സ്ഥാനാർത്ഥികളെ ഇടതു വലതു കക്ഷികൾ പിന്തുണയ്ക്കുകയാണെങ്കിൽ അവർക്കൊപ്പം മത്സരിക്കും എന്ന നിലയിലേക്കും കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ശാഖാ പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, സൈബർ സേനാ ഭാരവാഹികൾ എന്നിവരുടെ സംയുക്ത യോഗമാണ് തീരുമാനമെടുത്തത്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെ എല്ലാ സീറ്റിലും SNDP യോഗം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും. ഇതിനായി എല്ലാ പഞ്ചായത്തുകളിലും ശാഖാ പ്രവർത്തകരുടെ കൺവെൻഷൻ ചേരും. സ്ഥാനാർത്ഥികളുടെ വിജയത്തിനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പിന്നീട് തീരുമാനിക്കുമെന്നും പ്രവർത്തകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അമ്പനാട് TR&T എസ്റ്റേറ്റിലെ തൊഴിലാളി സമരം ഒത്തുതീർപ്പായില്ല. CIQ, AITUC യൂണിയനുകളുടെ നേതൃത്വത്തിൽ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ ഹർത്താലും ദേശീയപാത ഉപരോധിക്കലും സംഘടിപ്പിച്ചു. അമ്പനാട് എസ്റ്റേറ്റിൽ 20 ദിവസം സമരം പിന്നിട്ട ശേഷമാണ് തൊഴിലാളികൾ സമരമുറ മാറ്റിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെ 1000-ഓളം തൊഴിലാളികൾ ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു. കഴുതുരുട്ടി ആനച്ചാടി പാലത്തിൽ നിന്നും പ്രകടനമായി എത്തിയാണ് തൊഴിലാളികൾ കഴുതുരുട്ടി ജംഗ്ഷനിൽ ദേശീയപാത ഉപരോധിച്ചത്. ഉപരോധ സമരം CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി K. പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെയും ട്രേഡ് യൂണിയനുകളെയും മുതലാളിമാർക്ക് വേണ്ടി സംസ്ഥാന സർക്കാരും ഉമ്മൻചാണ്ടിയും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ K. പ്രകാശ് ബാബു ആരോപിച്ചു. ഇന്ന് ആ തൊഴിലാളികൾ യഥാർത്ഥത്തിൽ ഗവൺമെന്റിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തൊഴിലാളികളെ അങ്ങനെയൊരു ട്രേഡ് യൂണിയൻ നേതൃത്വത്തെ പോലും ധിക്കരിച്ചുകൊണ്ട് അവരെ മാനിക്കാതെ ഒരു സമരത്തിന് അവിടുത്തെ തൊഴിലാളികൾ പോയതിന്റെ പിറകിൽ ഒരു കാര്യമുണ്ട്. എങ്കിലും ആ തൊഴിലാളികൾ സമരം തുടങ്ങിയപ്പോൾ കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള തൊഴിൽ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം അവിടെ ആ സമരത്തിൽ ഇടപെടുന്നതിന് വേണ്ടി എത്തിച്ചത്. മൂന്നാമതല്ലെങ്കിൽ എറണാകുളത്തും തിരുവനന്തപുരത്തുമായി അതിന്റെ ചർച്ചകൾ മാറി മാറി നടന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 ട്രേഡ് യൂണിയൻ നേതാക്കളെയും യാതൊരു അടിസ്ഥാനവുമില്ലാതെ യാതൊരു കാരണവുമില്ലാതെ പ്രതിക്കൂട്ടിലാക്കുകയായിരുന്നു ഈ ഗവൺമെന്റും അവിടുത്തെ സമരത്തെ അനുകൂലിച്ച ചില മാധ്യമങ്ങളും കൂടി ചെയ്തു. സമരപരിപാടിയിൽ ഇടതു നേതാക്കളായ അഡ്വക്കേറ്റ് K. രാജു MLA, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ, CPM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, ഇടതു നേതാക്കളായ MA രാജഗോപാൽ, C. അജയപ്രസാദ്, H. അബ്ദുൽ ഖാദർ, KG ജോയ്, PS ചെറിയാൻ, പ്രദീപ്, നവമണി, അനിമോൻ, മൻസൂർ, രാജൻ, മത്തായി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. PLC തീരുമാനം അനുകൂലമല്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് ഇടതു നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്ലാന്റേഷൻ തൊഴിലാളികളുടെ സമരം ഒത്തുതീർപ്പാക്കാത്ത സാഹചര്യത്തിൽ INTUCയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല ദേശീയപാത ഉപരോധവും നിരാഹാര സമരവും സംഘടിപ്പിച്ചു. ഉപരോധ സമരം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് INTUC നേതൃത്വത്തിൽ കഴുതുരുട്ടിയിൽ സമരപരിപാടി സംഘടിപ്പിച്ചത്. ദേശീയപാത ഉപരോധ സമരം കൊല്ലം MP NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയനുകളുടെ സമരത്തിൽ തൊഴിലാളികൾക്കു വേണ്ടി ഒരുമിച്ചു നിൽക്കാതെ CPM തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് MP ആക്ഷേപിച്ചു. തൊഴിലാളികളുടെ ഐക്യത്തിൽ ശുദ്ധീകരണം സംഭവിച്ച് ഗവൺമെന്റിനെതിരായി കഴിഞ്ഞ ദിവസം ആനത്താവട്ടമാണെന്ന് പ്രസംഗിച്ചു. ഞാൻ ചോദിക്കട്ടെ, തൊഴിലാളികളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണോ? ഈ രാജ്യത്തെ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രാകൃതമായ തൊഴിൽ സാഹചര്യങ്ങൾ മാറ്റി മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥയോടുകൂടി
സമരത്തോടൊപ്പം ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം അനിശ്ചിതകാല നിരാഹാര സമരവും ആരംഭിച്ചു. സമരപരിപാടിയിൽ UDF നേതാക്കളായ CR നജീബ്, പുനലൂർ മധു, ബെന്നി കക്കാട്, അയ്യമ്മാൾ, K ശശിധരൻ, അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ, M നാസർ ഖാൻ, സണ്ണി ജോസഫ്, ടോമിച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉപരോധ സമരം 1 മണിക്കൂർ പിന്നിട്ടപ്പോൾ പോലീസ് സമരക്കാരെ ബലം പ്രയോഗിച്ചു മാറ്റുകയായിരുന്നു. അന്തിമ വിജയം നേടും വരെ സമരം ശക്തമാക്കാനാണ് ആലോചിക്കുന്നതെന്ന് INTUC നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി and good. ASL Traders, അലിമുക്ക്, പുനലൂർ. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ് പത്തനാപുരം, ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220357 9745201088. Zodiac Silks, the signature collections of your hometown. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ്, പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് 1ാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. 2ാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ. 3ാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. 4ാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. 5ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. 6ാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ്, പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475 235545.
ഓതർ ആൻഡ് ഫിനിഷർ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ജാതിമത സഭ വ്യത്യാസമന്യേ ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 9605061422 9744674066. മിനിമം കൂലി 500 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലെ തൊഴിലാളികൾ നടത്തിവന്ന സമരം 9ാം ദിവസം പിന്നിട്ടു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ SFCK ഹെഡ് ഓഫീസ് പടിക്കലും മൂവാറ്റുപുഴ പാതയും ഉപരോധിച്ചു. SFCK മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ SFCK ഹെഡ് ഓഫീസും പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയും ഉപരോധിച്ചു. സ്ത്രീകളടക്കമുള്ള 100 കണക്കിന് തൊഴിലാളികളാണ് അലിമുക്കിലെ ഹെഡ് ഓഫീസ് ഉപരോധത്തിൽ അണിനിരുന്നത്. ഓഫീസ് ഉപരോധം INTUC സംസ്ഥാന സെക്രട്ടറി CR നജീബ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രകടനമായെത്തിയ തൊഴിലാളികൾ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത ഉപരോധിക്കുകയായിരുന്നു. ഉപരോധം CPM സംസ്ഥാന കമ്മിറ്റി അംഗം K രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഒരുപോലെ യൂണിയൻ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായമാണ്. എല്ലാ വിഭാഗം തൊഴിലാളികളും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി 1 മണിക്കൂറോളമാണ് തൊഴിലാളികൾ ഗതാഗതം സ്തംഭിപ്പിച്ച് പ്രതിഷേധിച്ചത്. ട്രേഡ് യൂണിയൻ നേതാക്കളായ AR ബഷീർ, കറവൂർ എൽ വർഗീസ്, അഡ്വക്കേറ്റ് S വേണുഗോപാൽ, K വാസുദേവൻ, ചെമ്പനരുവി മുരളി, K ജോസ്, M ജിയാസുദ്ദീൻ, K രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ അർപ്പിത ആശ്രയ കേന്ദ്രത്തിലെ അന്തേവാസിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന ധർണ അഡ്വക്കേറ്റ് K രാജു MLA ഉദ്ഘാടനം ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അഞ്ചൽ പനയഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അർപ്പിത ആശ്രയ കേന്ദ്രത്തിന്റെ അന്തേവാസിയെ ആശ്രയ കേന്ദ്രത്തിന്റെ വളപ്പിലെ കിണറ്റിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടിരുന്നു. മരണത്തെ തുടർന്ന് പ്രദേശവാസികൾ സംഘടിക്കുകയും ആശ്രയ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു. എന്നാൽ കാൽവഴുതി വീണാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ ജനകീയ സമിതിക്ക് രൂപം നൽകുകയും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന മാർച്ച് പോലീസ് സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ അഡ്വക്കേറ്റ് K രാജു MLA ഉദ്ഘാടനം ചെയ്തു. യുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ദുരൂഹ മരണം അല്ലെങ്കിൽ സംശയാസ്പദമുള്ള മരണം നടന്നിട്ടുണ്ട്. വലിയ കൊടിയ പീഡനങ്ങൾ നടക്കുന്നു. ഇത്തരം ആരോപണങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. സ്വാഭാവികമായും ഇതെല്ലാം ക്രിമിനൽ ഒഫൻസിന്റെ പട്ടികയിൽ വരുന്ന സംഗതികളാണ്. അന്തേവാസികളായിട്ടുള്ള ആളുകളെ പീഡിപ്പിക്കുക, അന്തേവാസികളായിട്ടുള്ള ആളുകൾ ദുരൂഹ മരണത്തിന് ഇടയാവുക, പലതരത്തിലുള്ള മറ്റ് പീഡനങ്ങളും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക, ചൂരൽ പ്രയോഗം. പോലീസുകാർ ചിലപ്പോൾ വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ സമരക്കാരെയും ഒക്കെ നേരിടുന്നതിന് വേണ്ടി നടത്തുന്ന ചൂരൽ പ്രയോഗം പോലെ അന്തേവാസികളുടെ നേരിൽ ചൂരൽ പ്രയോഗം നടത്തുക. ഒരുപക്ഷെ ചൂരൽ പ്രയോഗമല്ലാതെ അതിനപ്പുറത്ത് വല്ല പ്രയോഗം ഉണ്ടെങ്കിൽ അതും നടത്തുക. ഈ പറയുന്നതെല്ലാം ക്രിമിനൽ ഒഫൻസിന്റെ പട്ടികയിൽ വരുന്നതാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു പരാതി ഉണ്ടായാൽ ആ പരാതി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിൽ. ഒന്നാമതായി ആ പരാതി പോലീസ് സ്റ്റേഷനിലാണ്, ഒരു ക്രിമിനൽ ഒഫൻസ്. ഏറ്റവും അവസാനം ഈ ആശ്രയ കേന്ദ്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം KR രജനി അധ്യക്ഷയായ ധർണയിൽ ഉല്ലാസ് പനയഞ്ചേരി സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതഭായ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജു സുരേഷ്, സീന, മായാകുമാരി, മിനി പ്രഭ, ശ്യാമള വിജയൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ KC ജോസ്, അഡ്വക്കേറ്റ് സൂരജ്, ലിജു ജമാൽ, V സതീശൻ, C ഹരി, ബാബുരാജ്, മുരളി, ചന്ദ്രബാബു, ആലഞ്ചേരി ജയചന്ദ്രൻ, വടമൺ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചിതറ ഗ്രാമപഞ്ചായത്തിലെ 42 നമ്പർ അംഗൻവാടിക്ക് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലെ ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. നമ്മുടെ വികസനോന്മുഖ രംഗത്ത് വലിയ മാറ്റം കൈവരിക്കാൻ കഴിഞ്ഞ ഈ 5 വർഷക്കാലം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പഞ്ചായത്ത് തലത്തിൽ ഗ്രാമകേന്ദ്രങ്ങൾ ഇപ്പോൾ ആരംഭിക്കാൻ എല്ലാ പഞ്ചായത്ത് വാർഡുകളിലും ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ച് വാർഡ് തല ഓഫീസുകളോ കേന്ദ്രങ്ങളോ ആരംഭിക്കുന്നു. ഇവിടെ എത്ര വാർഡുണ്ടോ അത്രയും വാർഡ് തല ഓഫീസർ ആഴ്ചയിൽ പ്രവൃത്തി ദിവസം 5 ദിവസം വൈകുന്നേരം 3 മണി മുതൽ 7 മണി വരെ ഓരോ വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ടുമുള്ള കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ
ആ വാർഡ് മെമ്പർ ഇവിടെ നീതു ആണെങ്കിലും അൻസർ തലവരമ്പാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് രാജനാണെങ്കിലും ആരാണെങ്കിലും അവര് മിനി പഞ്ചായത്ത് പ്രസിഡന്റുമാരായി മാറും ഭാവിയിൽ. ശ്രീ മുരളീധരൻ നായർ ചിത്ര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ ഇവരെല്ലാം അവരവരുടേതായ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ അധ്യക്ഷന്മാരാണ്. അവിടുത്തെ അയൽക്കൂട്ടങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. 3 മണി മുതൽ 7 മണി വരെ ഓഫീസ് പ്രവർത്തിക്കും. ആഴ്ചയിൽ 5 ദിവസം പ്രവൃത്തി ദിവസങ്ങളിൽ അവിടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. പരാതികളും നിവേദനങ്ങളും പരിവേദനങ്ങളും സ്വീകരിക്കും. കമ്പ്യൂട്ടറും ടൈപ്പിംഗ് സെന്ററും അതുപോലെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി വിപുലീകരിക്കപ്പെടാൻ പോകുന്നു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 8.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പി നീതു സ്വാഗതം പറഞ്ഞു. ICDS സൂപ്പർവൈസർ സി വിജയ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തുമ്പമൺതൊടി രാജൻ, മുല്ലശ്ശേരി നജീം, സുജിത കൈലാസ്, തലവരം ബൻസർ, കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, ജയറാം ഐലക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. സ്വകാര്യ മില്ലിലെ തടിയും തടി കയറ്റാൻ ഉപയോഗിക്കുന്ന ക്രെയിനും പാതയോരത്ത് ഇറക്കിയിട്ടിരിക്കുന്നത് അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഗതാഗതക്കുരുക്ക് ഏറിയതും വീതി കുറഞ്ഞതുമായ ഒരു ഭാഗത്ത് തടിയും ക്രെയിനും ഇട്ടിരിക്കുന്നത് നിത്യവും അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ ദിവസം എതിരെ വന്ന ബസിന് സൈഡ് കൊടുക്കവെ നിയന്ത്രണപ്പെട്ട കാർ തടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പാതയുടെ ഒരു ഭാഗം തടിയും മറുവശത്ത് ക്രെയിനും കൂടിക്കിടന്നതാണ് അപകടമുണ്ടാകാൻ കാരണമായത്. ഇതിനു മുമ്പും ഈ ഭാഗത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുളത്തുപുഴ ഗണപതി അമ്പലം മുതൽ അമ്പലംകടവ് വരെ റോഡിന്റെ ഇരുഭാഗവും കയ്യേറി സ്വകാര്യ വ്യക്തികൾ തടിയും മണ്ണും അടക്കം ഇറക്കിയിട്ടിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തും പോലീസും നടപടി സ്വീകരിക്കുന്നില്ല ആരോപണവും ഉയരുന്നുണ്ട്. പാതയോരം കയ്യേറി മണലും തടിയുമെല്ലാം നിക്ഷേപിക്കുന്നതോടെ സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ഇതുവഴി പോകുന്നത് ഏറെ ഭയപ്പാടോടെയാണ്. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അധികൃതർ തയ്യാറാകുന്നതിന് പേരിൽ സ്വകാര്യ ലോബിയുടെ ഇടപെടലുണ്ടെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. ശബരിമല സീസൺ കൂടി വരുന്നതോടെ പാതയിൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും വർദ്ധിക്കുവാൻ കാരണമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്തനിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 9947 697. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ്,
100% 916 BIS Hallmark Showroom. Municipal Building, Market Junction, Punalur. പുനലൂർ നഗരസഭയിലെ പുതിയ വോട്ടർമാരിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധന. ആകെയുള്ള 38,584 വോട്ടർമാരിൽ 20,404 പേരും സ്ത്രീ വോട്ടർമാരാണ്. 1971 പ്രഖ്യാപനം നടത്തി 1973 പൂർണ്ണ സജ്ജമായി പ്രവർത്തനം ആരംഭിച്ച പുനലൂർ നഗരസഭ 43 വർഷം പിന്നിടുമ്പോൾ നേരിടുന്ന തെരഞ്ഞെടുപ്പിനെ അതീവ ഗൌരവത്തോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കാണുന്നത്. കാരണം ഇക്കുറി ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള നഗരസഭയായി മാറിയിരിക്കുകയാണ് പുനലൂർ നഗരസഭ. 35 വാർഡുകളിലുമായി 38,584 വോട്ടർമാരാണുള്ളത്. ഇതിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലും. 20,404 സ്ത്രീ വോട്ടർമാരും 11,180 പുരുഷ വോട്ടർമാരുമാണ് ഇക്കുറി പുനലൂർ നഗരസഭയിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നത്. ഏറ്റവും കുറഞ്ഞ വോട്ടർമാർ 833 ഭരണിക്കാവ് വാർഡിലും ഏറ്റവും കൂടുതൽ വോട്ടർമാർ 1,389 കോമളകുന്ന് വാർഡിലുമാണ്. 43 വർഷത്തെ നഗരസഭാ ചരിത്രത്തിൽ 50% വനിതാ സംഭരണത്തോടെ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഭൂരിപക്ഷം വോട്ടർമാരിലും വനിതകൾ കൂടുതലെന്നതും പ്രത്യേകതയാവുകയാണ്. ഇടതുമുന്നണിയിലെ വമ്പമ്മ കണ്ണുവച്ചിരുന്ന ടൗൺ വാർഡ് പട്ടികജാതി വനിത ആയതും നഗരസഭയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇക്കുറി ഇലക്ഷന് മുമ്പേ വമ്പന്മാരെ മുട്ടുകുത്തിക്കുന്നതും വനിതകളാണ്. ആകെയുള്ള 35 വാർഡുകളിൽ 50% സ്ത്രീ പ്രാതിനിധ്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പുനലൂർ നഗരസഭയുടെ വിധിയും നിർണായകമാവുകയാണ്. ക്യാമറമാൻ അരുൺ ടൂബ്രദേശിനൊപ്പം മനോജ് വന്മള. ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ഇക്കുറി ശക്തമായ മത്സരത്തിന് കളമൊരുങ്ങുകയാണ്. ഭരണം നിലനിർത്താൻ LDF തന്ത്രങ്ങൾ മെനയുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാൻ UDFും അക്കൗണ്ട് തുറക്കാൻ BJPയും ശ്രമിക്കുകയാണ്. LDFിന്റെ കുത്തക പഞ്ചായത്തുകളിൽ ഒന്നായ ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ഇക്കുറി ശക്തമായ മത്സരമാണ് അരങ്ങേറുന്നത്. LDFനും UDFനും ഒപ്പം അക്കൗണ്ട് തുറക്കാമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ BJPയും മത്സരരംഗത്തുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ആകെ 19 വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്തിന്റെ 7 വാർഡുകൾ കഴിഞ്ഞ തവണ LDF സ്വന്തമാക്കി. ഇത്തവണ പഞ്ചായത്ത് ഭരണം സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് UDF. ഗ്രാമപഞ്ചായത്തിലെ 1, 2, 6, 8, 9, 11, 14, 15, 19 എന്നീ 9 വാർഡുകൾ വനിതാ സംഭരണവും 18ാം വാർഡ് പട്ടികജാതി ജനറലും 4ാം വാർഡ് പട്ടികജാതി വനിതയും മറ്റു വാർഡുകൾ ജനറലുമാണ്. നിലവിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളിൽ പലർക്കും ഇത്തവണ സംവരണം മൂലം സ്വന്തം വാർഡുകൾ നഷ്ടമായി. BJPയും എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഏരൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് K. രാജു MLA നിർവഹിച്ചു. ഓഡിറ്റോറിയത്തിന്റെയും ലൈബ്രറിയുടെയും ഉദ്ഘാടനമാണ് സംഘടിപ്പിച്ചത്. ഏരൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മാണം പൂർത്തിയായ ഓഡിറ്റോറിയത്തിന്റെയും ലൈബ്രറിയുടെയും ഉദ്ഘാടനമാണ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK സോമശേഖരപിള്ളയുടെ അധ്യക്ഷതയിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് K. രാജു MLA നിർവഹിച്ചു. ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ അതിന്റെ അടിസ്ഥാന സൗകര്യം ഈ നിലയിൽ കാണുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളത് വലിയ തോന്നലാണ്, സന്തോഷമാണ് ഉള്ളിലുണ്ടാകുന്നത്. മുൻ MLA PS സുബാൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. സന്തോഷ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് L. വിശാലാക്ഷി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അജിത ജയകുമാർ, ഉമാ അശോകൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR. ബാലചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R. മഞ്ജു, അഞ്ചൽ AEO വിജയകുമാരി, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ PS. സുമൻ, KC ജോസ്, ഏരൂർ സന്തോഷ്, ഏരൂർ സുഭാഷ്, ആലഞ്ചേരി ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സ്വർണ്ണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂർ യൂണിയനിലെ SNDP സ്ഥാനാർത്ഥികൾ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കും. ഇടതു വലത് മുന്നണികൾ സ്ഥാനാർത്ഥികളെ പിന്തുണച്ചാൽ കൂടെ നിൽക്കും. അഞ്ചൽ അർപ്പിത ആശ്രയ കേന്ദ്രത്തിലെ കിണറ്റിൽ അന്തേവാസിയുടെ മൃതദേഹം, പ്രതിഷേധം ശക്തമാകുന്നു. തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.